ഇപ്പോൾ മരം വെട്ടുന്നതൊക്കെ പെട്ടെന്നാണ്. പണ്ടൊക്കെ ഒരു ദിവസമൊക്കെ എടുക്കും, അല്ലെങ്കിൽ അര ദിവസമൊക്കെ എടുക്കും മരം വെട്ടാനായിട്ട്. ഇപ്പോൾ മെഷീൻ കൊണ്ടുവരും 1 2 3 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അടക്കാമ ഒരു ചെറിയ മരമൊക്കെ മറിഞ്ഞു വീഴും. സാങ്കേതിക വിദ്യകളും യന്ത്രങ്ങളൊക്കെ വലുതായി. കുറേ നാളുകൾക്ക് മുമ്പ് ഈ മെഷീനറിയൊക്കെ വരുന്നേക്കാളും മുമ്പ് നമ്മൾ കോടാലി കൊണ്ടാണ് തെങ്ങായാലും മറ്റു വൃക്ഷങ്ങളായാലും അത് വെട്ടി കയറിട്ട് വലിച്ച് മറ്റ് വൃക്ഷങ്ങളൊക്കെ നോക്കി വലിച്ചൊരു നേക്കിലേക്ക് ഇടുമല്ലേ. ഒരു വലിയൊരു മരമാണെങ്കിൽ ആ വെട്ടുന്ന ആൾ കുറേ സമയം അത് വെട്ടാനെടുക്കില്ല. വെട്ടുകാർക്കൊക്കെ അറിയാം. അത് കൂടുതൽ സമയവും ഈ വെട്ടുകാരൻ ഉപയോഗിക്കുക ഈ കോടാലിക്ക് മൂർച്ച ഉണ്ടാകാൻ വേണ്ടി ആളിങ്ങനെ രാവി മൂർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ടാണ് വെട്ടുക. അപ്പോൾ കുറേയും കൂടിയും വെട്ട് കൊള്ളുകയും മരം വീഴ്ത്താൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതങ്ങളൊക്കെ വെട്ടി ഒരുക്കുന്ന സമയമാണ് ഈ 50 നോമ്പും 25 നോമ്പും കൊച്ചു കൊച്ചു നോമ്പിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും കാലഘട്ടം. ദൈവം നല്ല മുന്തിരിത്തണ്ടായി ഫലം കായ്ക്കുന്ന മുന്തിരിയുടെ ശാഖയായി നമ്മുടെയൊക്കെ ജീവിതത്തോട്, ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ വെട്ടിയൊരുക്കുന്ന ഈ സമയങ്ങളിൽ നമുക്കും ഒന്നൊരുങ്ങാം. കോടാലി വെട്ടുകാരൻ വെട്ടിയൊരുക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ ഒന്ന് വെട്ടിയൊരുക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയൊക്കെ ഒന്ന് ഒരുക്കി ദൈവകൃപയോടായിരിക്കാൻ, വെട്ടിയൊരുക്കപ്പെടാൻ, നമ്മളെ ദൈവത്തിനു മുമ്പിൽ താഴ്മയോടെ നിൽക്കാൻ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.